ഹായ് നോക്കൂ, നമ്മുടെ കുട്ടൂസേ എപ്പോഴും നോക്കിയാലും ഈ മരത്തിൻ്റെ മേളിലാണെന്നാണ് മാമി പറയുന്നത് കേട്ടോ. ചെറുക്കൻ താഴെ ഇറങ്ങത്തേയില്ല. അവിടെയൊക്കെ ഓടി കളിക്കാനുള്ള കുറച്ച് വലിയൊരു മരം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലുട്ടുമോൻ 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുങ്ങിയെന്നും മാമി പറയുന്നുണ്ട്. ഇനി എന്താണ് വരുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ മായു, കുഞ്ചുമോള്, ഇവരെ ഒന്നും ഇപ്പം കാണാനേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവിടെ ചെന്നെങ്കിലേ ഇനി അറിയാൻ പറ്റുള്ളൂ. മാമിയായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസിൻ്റെ അമ്മ ആ വെയിൽ കൊണ്ട് അവിടെ കിടക്കുന്നത് ചെറിയൊരു വിശേഷം ഉണ്ടെന്നും മാമി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസും തൊട്ടടുത്ത് തന്നെ മുറ്റത്ത് ഇങ്ങനെ കിടന്ന് നോക്കുകയാണ് മാമിയെ. എന്തായാലും ഈ പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടോളാൻ കൊതിയായിരിക്കുകയാണ്. കുട്ടൂസിനെ സ്നേഹിച്ച് വിളിക്കാൻ ആ അമ്മ കൊതിക്കുന്നുണ്ട് കേട്ടോ. കുട്ടൂസ് കാണാൻ വേണ്ടി തിരിഞ്ഞും മറിഞ്ഞൊക്കെ കളിക്കുന്നത് നമുക്കിവിടെ കാണാം. എൻ്റെ അമ്മ നല്ല സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ആലോചിച്ചു നമ്മുടെ കുട്ടൂസ് അടുത്ത് പമ്മി ചെന്നിട്ടുണ്ട്. അമ്മയും മോനും നേരത്തെ പിണങ്ങിയോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും കുട്ടൂസിൻ്റെ അമ്മ വീണ്ടും താഴേക്ക് ഇറങ്ങി വെയിലുള്ള ഭാഗത്ത്, നേരത്തെ കിടന്ന ഭാഗത്ത് തന്നെ അവൾ നീന്തി കളിക്കുകയാണ് കേട്ടോ. നിറയെ വെള്ളം ഉള്ളതുപോലെ. നമ്മുടെ ചെറുക്കനും മുറ്റത്ത് തന്നെ ഉണ്ട്. എന്തായാലും അമ്മയും മോനും ചെറിയൊരു പിണക്കത്തിലാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും സ്നേഹം കാണിച്ചിട്ട് പോലും അവൻ അടുത്ത് ചെന്നില്ല കേട്ടോ. അമ്മയുടെ സ്നേഹം മനസ്സിലായില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കുട്ടൂസിൻ്റെ തൊട്ടടുത്ത് വന്നു. ചെറിയ സ്നേഹമൊക്കെ പങ്കിട്ട് അങ്ങനെ രണ്ടുപേരും ആ മുറ്റത്ത് കിടക്കുകയാണ് കേട്ടോ. അമ്മ ആരെയോ നോക്കുന്നുണ്ട്. എൻ്റെ സുന്ദരമോൻ ഇഞ്ഞു വാടാ മോനേന്നും പറഞ്ഞിട്ട് അമ്മ കെട്ടിപ്പിടിച്ചതാ ഒരു സ്നേഹങ്ങളൊക്കെ നിറയെ കൊടുക്കുന്നുണ്ട്. അവൻ കൈയും കാലൊന്നും അനക്കാതെ ചെറിയ കുഞ്ഞായി അമ്മയുടെ അടുത്ത് കണ്ണുമടച്ച് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പാല് കുടിക്കാനുള്ള പരിപാടി തുടങ്ങിയാൽ അമ്മ ചെറിയൊരു അടി കൊടുക്കും, വീണ്ടും അതുപോലെ പിണങ്ങും കേട്ടോ. അങ്ങനെ എന്തോ സംഭവിച്ചതാണ് നേരത്തെ. ആ പിണക്കം തീരാനാണ് ആ അമ്മ വീണ്ടും അവൻ്റെ മുന്നിൽ ഇത്ര അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അവനോട് സ്നേഹിച്ചു. പിണക്കമൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. പിണങ്ങിയിരിക്കുന്ന മക്കളോട് അമ്മ വിളിച്ച് സ്നേഹിച്ചാൽ ആ മക്കൾക്ക് സ്നേഹം മനസ്സിനകത്തുണ്ട്, എന്നാൽ പിണക്കം പിറമേ കാണിക്കും. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവൻ എങ്ങനെയെങ്കിലും പിടിയെട്ടി പോയാൽ മതി അമ്മയുടെ അടുത്ത് നിന്ന് കേട്ടോ. അമ്മ വിടാതെ. മോൻ്റെ പിണക്കം മാറ്റി അമ്മ പോയിട്ടുണ്ട് കറങ്ങാൻ. നമ്മുടെ ചെറുക്കൻ എവിടെയും പോകത്തില്ല. വീട് വിട്ട് ഒരു കളി അവനില്ല. മാമിയുടെ കാലി പിടിക്കാൻ വേണ്ടിയിട്ട് കറങ്ങിയൊക്കെ നടന്നിട്ട് പോകുന്നേ. അവിടെയൊക്കെ തനിച്ചൊക്കെ പോയിട്ട് അതുപോലെ ഇനി വരും. ഇനി വാന്നല്ല വിളിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അങ്ങോട്ടുള്ള പോക്ക് കാണത്തില്ല. അത്ര സ്നേഹമാണ് നമ്മുടെ ചെറുക്കന്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞു ആ കുഞ്ഞുനാളിലെ പിള്ളേർക്ക് പന്ത് മേടിച്ചു കൊടുക്കാൻ. ആ പന്താണ് നമ്മുടെ ചെറുക്കന് തട്ടിക്കളിക്കുന്നത്. തട്ടിക്കളിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കനെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ആ പന്തിനെ ഒരു പരുവാക്കും. അതുപോലെ തന്നെ എത്രയും ദൂരെയൊക്കെ കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. പിന്നെ മാമി പോയി തേടി പിടിച്ച് കൊണ്ടുവരും. ആ പന്ത് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കും. ഇതുപോലെ വല്ലപ്പോഴും നമ്മുടെ ചെറുക്കന് കളിക്കാൻ വീണ്ടും ആ പന്തെടുത്തിട്ട് കൊടുക്കും. അവനത് കുറച്ച് നേരമൊക്കെ തട്ടിക്കളിക്കും. പിന്നെ അവിടെ ഉള്ള കറക്കും, പിന്നെ മരത്തിൽ കയറ്റക്കും. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. മരത്തിൽ കയറാനാണ് ഈ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ കുസൃതി വേലകളൊക്കെ നമ്മുടെ ചെറുക്കൻ്റെ കയ്യിലുണ്ട്. അവന് കൂട്ടില്ലാത്തതുകൊണ്ടാണ്. പഴയതുപോലുള്ള കളിയൊന്നും ഇപ്പോഴും നമ്മുടെ കുട്ടൂസിനില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെയാണ് ഇതുപോലെ ഒരു നേരം പോകട്ടെ അവൻ കളിക്കുന്നത്. എൻ്റെ മോൻ അവിടെ വെളിയിൽ നിൽക്കുന്നുണ്ട്. അവൻ അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ അവൻ്റെ കൂടെ സ്നേഹം കൂടാണ്ട് ചെല്ലുകയാണ്. അവ എങ്ങോട്ട് മാറിപ്പോയാലും കൂടെ അവനെ ഉപദ്രവിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ വേലത്തരങ്ങൾ മാത്രമേ നമ്മുടെ ചെറുക്കൻ ഇപ്പോഴുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. ഓക്കെ, ബൈ.